എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് വീണ്ടും നമ്മുടെ കൈകളിൽ തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തേച്ചിട്ടുണ്ട്. കൈ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര ചുളിവുകൾ വന്ന കൈകളാണെങ്കിലും ഈ ഒരു പാക്ക് ഡെയിലി തേക്കുകയാണെങ്കിൽ ആ ചുളിവുകളൊക്കെ ഇങ്ങനെ കുറയാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. ഡെയിലി തേക്കാൻ പറ്റുന്ന പാക്കാണ്. ഈസി പാക്കാണ് കേട്ടോ. എല്ലാവരുടെയും വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനൊരു പാക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ തേച്ചു 20 മിനിറ്റ് വെച്ചതിന് ശേഷം കൈ നല്ല വൃത്തി കഴുകി നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കേണ്ട കാര്യമൊന്നുമില്ല. കൈ അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയുക, ആ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ കയ്യിലുണ്ട്. ചില പാക്കൊക്കെ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഇങ്ങനെ ഡ്രൈനെസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയില്ലേ, നിങ്ങൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കണമെന്ന്. അപ്പോൾ ഇത് തേക്കുവാണെങ്കിൽ പ്രത്യേകിച്ചുള്ള മോയ്സ്ചറൈസിങ് ക്രീം തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതന്നെ മതി. ഡെയിലി തേക്കുക കേട്ടോ. മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലൊക്കെ തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനിത് മുഖത്ത് തേക്കുന്നത് കാണിച്ചു തരുന്നില്ല, ഞാനിതിൻ്റെ കൈകളിൽ മാത്രം തേക്കുന്നത് കാണിച്ചു തരുന്നു കേട്ടോ. ഇപ്പം ഞാൻ മുഖത്ത് അങ്ങനെ ഇപ്പോൾ പാക്കുകളൊന്നും കുറേ ദിവസമായി തേച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ മുൾട്ടാണി മിട്ടിയൊക്കെ തേക്കാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു മുഖത്ത് ഇപ്പോൾ ഡൾനെസ്സൊക്കെ വരുവാണെങ്കിൽ ഞാൻ അധികം തേക്കുന്ന മുൾട്ടാണി മിട്ടിയാണ്. ഇപ്പോൾ വേറെ പാക്കൊന്നും ഞാൻ മുഖത്ത് തേക്കാറേ ഇല്ല. മുഖത്ത് തേക്കുന്ന ഒരുപാട് പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൈകൾ തേക്കാൻ പറ്റുന്ന, എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്ന ഒരു ഈസി ഒരു പാക്കാണ് കേട്ടോ. നമുക്ക് ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈകൾ തൊടുമ്പോൾ തന്നെ അറിയും അത്രയും നല്ല ഒരു സോഫ്റ്റ് നമ്മുടെ കൈകളിൽ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ. അത്രയും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ ഏതൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ കൈ നല്ല വെളുത്തല്ലേ. എൻ്റെ കൈ വെളുത്തൊന്നുമല്ല കേട്ടോ. എൻ്റെ കൈ അങ്ങനെ ഒത്തിരി വെളുത്തൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും പണ്ടത്തെക്കാളും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈകളിൽ ചുളിവുകളില്ല കേട്ടോ. അത് ഞാൻ പറയാം, 100% പറയാം. എൻ്റെ കൈകളിൽ ഒരു ചുളിവുകളും വന്നിട്ടില്ല. ഞാനിതുള്ള നാച്ചുറൽ പാക്കുകളൊക്കെ തേക്കുന്നുണ്ട്, പിന്നെ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൈകളിൽ ചുളിവുകളൊന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ കൈ ഒരുപാട് അങ്ങ് വെളുത്തിട്ടൊന്നുമല്ല. ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ആയിരിക്കണം. എൻ്റെ ഫോൺ ഇച്ചിരി വെളിച്ചത്തിലൊക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. അതായിരിക്കുമേ എൻ്റെ കൈ അത്ര വെളുത്തിട്ടൊന്നുമല്ല. എന്നാലും ചെറിയ വെളുപ്പൊക്കെ ഉണ്ട്. എന്നാൽ ചുളിവുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പാക്കുകളൊക്കെ നോക്കുന്നതുകൊണ്ടാണ് ചുളിവുകളൊക്കെ വരാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. കൈകൾ നല്ല സോഫ്റ്റ് ആകാനും നിറം വയ്ക്കാനും ചുളിവുകളെല്ലാം പോകാനൊക്കെ പറ്റിയ പാൽപ്പാട വെച്ചുള്ള ഒരു പാക്കാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 സ്പൂൺ അളവിൽ പാൽപ്പാട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഇത്തിരി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതിയേ. നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഒരു ലൈറ്റ് ഒരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണല്ലോ ഈ മഞ്ഞൾപ്പൊടി. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം. പിന്നെ മുഖത്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഞാനിപ്പോൾ എടുത്തതിന് അത്ര എടുക്കണ്ട, കുറച്ച് മാത്രം എടുത്താൽ മതി. നിറം വയ്ക്കാനും നല്ലതാണ്, ചുളിവുകൾ നന്നായിട്ട് കുറയാനും നല്ലതാണ്, മുഖം നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ മുഖത്തൊന്നും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കൈകളിൽ മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളേ. തേച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം മഞ്ഞപ്പൊടിയും ചെറുനാരങ്ങയുടെ നീരും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ഒരു പാൽപ്പാട മാത്രം മതി കേട്ടോ. ദിവസം നിങ്ങൾക്ക് തേക്കാൻ പറ്റുന്ന ഒരു ഈസി ഒരു പാക്കാണിത്. ഈ പാൽപ്പാട തന്നെ മതി കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. പാൽപ്പാട തന്നെ നമ്മുടെ കൈകൾ തേച്ച് കഴിഞ്ഞാൽ തന്നെ കൈ നല്ലൊരു ഗ്ലോ തന്നെ കിട്ടുവേ. നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മസാജും കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്തിട്ട് കൈകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും കേട്ടോ. എൻ്റെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയും. നല്ല മാറ്റം കിട്ടുന്ന ഒരു ഈസി ഒരു പാക്കാണിത്. അപ്പം നമ്മളിപ്പം എല്ലാവരും ഇപ്പം പാലൊക്കെ മേടിക്കുന്നതാണല്ലോ. അപ്പോൾ പാൽപ്പാടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തിരി എടുത്ത് വെക്കുക. എല്ലാ ദിവസവും തേക്കണം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ടല്ല, എല്ലാ ദിവസവും തേക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൈകളുടെ ഇവിടെയുള്ള ചുളിവുകൾ നന്നായിട്ട് കുറയും. കൈ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ കൈകളുടെ ഇവിടെ വരെ മാത്രം തേക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൈ മൊത്തത്തോടെ തന്നെ തേക്കാവുന്നതാണ് കേട്ടോ. ഈ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, അതായത്
ഈ 10 വയസ്സിന് ഇടയിലുള്ള പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണ്ട, പാൽപ്പാട മാത്രം ഡെയിലി നിങ്ങൾ അവർ മുഖത്തും കൈകളിലൊക്കെ തേച്ച് കൊടുത്തിട്ടൊന്ന് കുളിപ്പിച്ച് നോക്കട്ടോ. സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ തന്നെ കിട്ടുവേ. പ്രത്യേകിച്ചുള്ള ഒരു ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക്, ഈ ഒരു പാൽപ്പാട മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. മസാജ് ചെയ്യാൻ മറക്കല്ല കേട്ടോ, നമ്മൾ തേച്ച് മാത്രം പിടിപ്പിച്ചാൽ പോരാ, നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. നമ്മുടെ ഉള്ളം കൈയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവേ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഒരു 20 മിനിറ്റ് വരെ എൻ്റെ കൈകൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് 20 മിനിറ്റിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നല്ല പാൽപ്പാടയാണല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെൽറ്റ് ആവേ. അപ്പോൾ അതൊക്കെ നല്ല രസമില്ലേ, കൈ കാണുക നല്ലൊരു ഗ്ലോ വന്നുണ്ടോ. ഇനി നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ കൈയുടെ ചുളിവൊക്കെ മാറി നല്ല സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഏകദേശം ഇതുപോലെയൊക്കെ ആകും. അപ്പോൾ നമുക്ക് കൈ നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് വരാവേ, അല്ലെങ്കിൽ വേണ്ട ഇവിടെ തന്നെ കഴുകാം അല്ലേ. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ശരിക്കൊന്നും കഴുകിയില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളേ. അപ്പോൾ കൈ നല്ല വൃത്തിയൊന്ന് തുടച്ചിട്ടുണ്ട്. കയ്യിലുണ്ടല്ലോ ഒരു മഞ്ഞ കളർ ഒന്നും എൻ്റെ കയ്യിൽ വന്നിട്ടില്ല കേട്ടോ. കയ്യിൽ നല്ല ഗ്ലോ വന്നതുകൊണ്ടോ, ജസ്റ്റ് ഒന്ന് തോർത്തും കൊണ്ടൊന്ന് തുടച്ചതേ ഉള്ളേ. കണ്ട ഗ്ലോ വന്നതുണ്ടോ. ഇതാ പറഞ്ഞു, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പാൽപ്പാട് തേക്കുവാണെങ്കിൽ കൈ നല്ല ബ്രൈറ്റ് ആവും. പിന്നെ ചുളിവുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് പ്രത്യേകിച്ചുള്ള മോയ്സ്ചറൈസർ ക്രീം തേക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ പാൽപ്പാട തന്നെ മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഡെയിലി ചെയ്ത് നോക്കാം കേട്ടോ. ആ ചുളിവൊക്കെ മാറി സ്കിന്നൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് എല്ലാവരുടെ തിളങ്ങട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ചുമയാണ്, ചുമച്ച് ജസ്തി വരെ ഇളകുമെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.